ഒരു അതിലെന്തെങ്കിലും ഈ പറഞ്ഞ രേഖകളിൽ എന്തെങ്കിലും ഒരു തെറ്റ് കാണിക്കുകയോ ആംബുലൻസിനെ പറ്റി പരാതി ഉണ്ടെങ്കിലോ അത് അയക്കാൻ വേണ്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഓഫീസിലേക്ക് വരത്തക്ക രീതിയിൽ 2 ദിവസത്തിനുള്ളിൽ ഒരു വാട്സാപ്പ് നമ്പർ, ഇപ്പോൾ ഒരു വാട്സാപ്പ് നമ്പർ ഉണ്ട്, അത് ഞാൻ പറയാം. അത് കൂടാതെ ഒരു വാട്സാപ്പ് നമ്പർ ഇതിന് വേണ്ടി മാത്രമായിട്ട്. താരിഫ് എന്ന് പറയുമ്പോൾ ആംബുലൻസിന് ഇപ്പോൾ നിലവിൽ എത്ര രൂപയാണ് മിനിമം ചാർജ് എന്നോ അങ്ങനെയുള്ള ടാക്സിക്കും മറ്റു വാഹനങ്ങൾക്കുള്ളതുപോലെ ഒരു താരിഫില്ല. ആംബുലൻസ് ഉടമകളുടെയും തൊഴിലാളികളുടെയും സംഘടനകളുമായി ഞങ്ങളിപ്പോൾ ചർച്ച ചെയ്തു. ചർച്ചയിൽ തീരുമാനമാവുകയും കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ട്രാൻസ്പോർട്ട് കമ്മീഷനും ട്രാൻസ്പോർട്ട് അഡീഷണൽ കമ്മീഷനും എല്ലാവരും വളരെയധികം ചർച്ചകൾ പല ഘട്ടങ്ങളായി നടത്തി. ഇന്ന് ഞാനുമായി നടത്തിയതാണ്. അതിലൊരു ധാരണയായിട്ടുണ്ട്. പല കാറ്റഗറിയിലുള്ള ആംബുലൻസുകൾക്ക് റേറ്റ് തീരുമാനിക്കണം. മിനിമം റേറ്റ്, കിലോമീറ്റർ റേറ്റ്, അതോടൊപ്പം തന്നെ ലഭിക്കാവുന്ന ആനുകൂല്യങ്ങൾ അവർ സംബന്ധിച്ചിട്ടുള്ളത്. ആനുകൂല്യം ഞാൻ റേറ്റുകൾ ആദ്യം ഒന്ന് പറയാം. ഡി ലെവൽ ആംബുലൻസ് എന്ന് പറയുമ്പോൾ ICU ഉള്ള എയർ കണ്ടീഷനുള്ള ആംബുലൻസ്, അതിന് മിനിമം ചാർജ് 10 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ മറ്റു വണ്ടികളെ പോലും റിട്ടേൺ കിട്ടത്തില്ല തിരിച്ച്. അതുകൊണ്ട് 10 കിലോമീറ്റർ അങ്ങോട്ട് തിരിച്ച് 10 കിലോമീറ്റർ കണക്കായിക്കൊണ്ട് 10 കിലോമീറ്ററിനുള്ളിലാണെന്നുണ്ടെങ്കിൽ മിനിമം ചാർജ് 2500 രൂപയാണ്. ആ മിനിമം ചാർജ് കഴിഞ്ഞാൽ അഡീഷണൽ കിലോമീറ്ററിന് 50 രൂപ വെച്ചാണ്. വെന്റിലേറ്ററുള്ള ഏറ്റവും ഹയർ ഗ്രൂപ്പിൽപ്പെട്ട വണ്ടിയാണ്, ഏറ്റവും ഹൈ എൻഡ് വണ്ടിയാണ്. വെന്റിലേറ്റർ ഉണ്ട്, അതിൽ എയർ കണ്ടീഷൻ ഉണ്ടാവും, മറ്റെല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും, ടെക്നീഷ്യൻ ഉണ്ടാവും. അതിലൊരു ഡോക്ടറോ നേഴ്സ് അങ്ങനെ അറ്റൻഡ് ചെയ്യാൻ ടെക്നീഷ്യൻ ഉണ്ടാവും, ഡോക്ടർ ഉണ്ടാവും. അത് അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അത്തരം വണ്ടികൾക്ക് മിനിമം ചാർജ് 10 കിലോമീറ്ററിന് 2500 രൂപയാണ്. 10 കിലോമീറ്റർ നമ്മൾ തിരിച്ചും കൂടെ ചേർത്തിട്ടാണ്. വെയിറ്റിംഗ് ചാർജ് ഓരോ മണിക്കൂറിനും, അതായത് ആദ്യത്തെ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു മെഡിക്കൽ കോളേജിലേക്ക് ഒരു പേഷ്യൻറ്റിനെ കൊണ്ടുവന്നു. അപ്പോൾ ആ പേഷ്യൻറ്റിനെ അവിടെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്യുന്ന സമയം, വെന്റിലേറ്ററിലേക്ക് കയറ്റാൻ ശ്രമിക്കുന്ന ഒരു സമയം 1 മണിക്കൂർ. 1 മണിക്കൂറിന് കഴിഞ്ഞാൽ പിന്നുള്ള ഓരോ മണിക്കൂറിനും 250 രൂപ 350 രൂപ വെച്ചാണ് കൊടുക്കേണ്ടത്. ഈ വെന്റിലേറ്ററിൽ ആംബുലൻസ് 1 മണിക്കൂറോളം ആശുപത്രി ഒന്ന് വെയിറ്റ് കഴിഞ്ഞ് പിന്നെ ആ 1 മണിക്കൂർ കഴിഞ്ഞുള്ള ഓരോ അവറിനും 350 രൂപ വെച്ച് കൊടുക്കണം. അടുത്തത് സി ലെവൽ വണ്ടിയാണ്. ഈ ട്രാവലർ ഷേപ്പിലുള്ള എയർ കണ്ടീഷൻ ചെയ്ത ആംബുലൻസ്, അതിൽ ഓക്സിജൻ ഉണ്ടാവും, മറ്റ് വെന്റിലേറ്റർ സൗകര്യങ്ങളൊന്നുമില്ല. അതിൻ്റെ മിനിമം ചാർജ് എന്ന് പറയുന്നത് ഈ 10+10 തന്നെയാണ്. അതിന് 1500 രൂപയാണ് വെച്ചിരിക്കുന്നത്, അതിൻ്റെ മിനിമം ചാർജ്. അതുപോലെ അതിന് വെയിറ്റിംഗ് ചാർജ്, ഇതുപോലെ ഹോസ്പിറ്റലിൽ വന്ന് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നാൽ 200 രൂപ പെർ അവറാണ്. ആദ്യത്തെ 1 മണിക്കൂർ കഴിഞ്ഞാൽ രണ്ടാമത്തെ മണിക്കൂർ തൊട്ട് 200 രൂപ വെച്ച് ചാർജ് ചെയ്യും. അതിൻ്റെ അഡീഷണൽ കിലോമീറ്ററിന് 40 രൂപ വെച്ചാണ് വേണ്ടത്. ആദ്യത്തെ 1 മണിക്കൂർ അവർ ചെല്ലുന്ന സമയത്ത് അവർ തന്നെ സൗജന്യം ചെയ്യണം. വെച്ചാൽ ഈ രോഗിയെ എടുക്കാനും ഇറക്കാനും ഒക്കെ ഉള്ള സൗകര്യത്തിന് വേണ്ടി അവരെ സംഘടന തന്നെ സമ്മതിച്ചിട്ടുള്ളതാണ്. ആദ്യത്തെ 1 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ അടുത്ത മണിക്കൂർ തൊട്ട് അവർ ചാർജ് ചെയ്യും. അത് അവരുടെ കിലോമീറ്റർ, ആ വണ്ടിക്ക് കിലോമീറ്ററിന് 40 രൂപയാണ്. ഈ 10 കിലോമീറ്റർ കഴിഞ്ഞാൽ അഡീഷണൽ പോകുന്ന കിലോമീറ്ററിന് മിനിമം കിലോമീറ്റർ അതാണ്. 10 കിലോമീറ്റർ എന്ന് പറയുന്നത് 10 കിലോമീറ്റർ അകത്തുള്ള ഒരു ആശുപത്രിയിലേക്കാണ് പോകുന്നത്. പോയിട്ട് തിരിച്ചു വരുന്നതിനോട് ചേർത്ത് ഈ മിനിമം ചാർജ് കൊടുത്താൽ മതി. കാരണം 10 കിലോമീറ്ററിനകത്താണെങ്കിൽ 10 കിലോമീറ്റർ കഴിയുമ്പോൾ അഡീഷണൽ ചാർജ് വരും. അത് 40 രൂപ വെച്ചാണ് വരുന്നത്. മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ബി ലെവൽ ട്രാവലർ നോൺ AC ആയിട്ടുള്ള ആംബുലൻസ്, സാധാരണ ഉപയോഗിക്കുന്ന ഈ ട്രാവലർ മോഡലിലുള്ള ആംബുലൻസാണ്. അതിന് മിനിമം ചാർജ് 1000 രൂപയാണ് മിനിമം വെച്ചിരിക്കുന്നത്. വെയിറ്റിംഗ് ചാർജ് ഓരോ മണിക്കൂറിനും 1 മണിക്കൂർ കഴിഞ്ഞാൽ അടുത്ത മണിക്കൂർ തൊട്ട് 200 രൂപയാണ്. കിലോമീറ്ററിന് 30 രൂപയാണ്. പിന്നെ ഈ ചെറിയ ഓമിനി പോലത്തെ വണ്ടികൾ, ചെറിയ മാരുതി പോലുള്ള വണ്ടികൾ, ചെറിയ വണ്ടികൾ, പിന്നെ ഈ ബലേറോ പോലുള്ള വണ്ടികളൊക്കെ വരുന്നുണ്ട്. ആ കാറ്റഗറിക്ക് അതിനെ ഓമിനി, ഇക്കോ, ബലേറോ ആൻഡ് RTO അപ്രൂവ്ഡ്, അതർ RTO അപ്രൂവ്ഡ് A ലെവൽ ആംബുലൻസ് വിത്ത് AC വണ്ടിക്ക് 800 രൂപയാണ് മിനിമം ചാർജ്. വെയിറ്റിംഗ് ചാർജ് 1 അവർ കഴിഞ്ഞിട്ട് ഓരോ 200 രൂപയാണ് വരുന്നത്. അഡീഷണൽ കിലോമീറ്ററിന് 25 രൂപ വെച്ചാണ് ചാർജ് ചെയ്യുന്നത്. പിന്നെ ഇതേ കാറ്റഗറി തന്നെ AC ഇല്ലാത്ത വണ്ടികൾ, ഓമിനി, ഇക്കോ, ബലേറോ, RTO അപ്രൂവ് ചെയ്തിട്ടുള്ള മറ്റ് AC ഇല്ലാത്ത നോൺ AC വെഹിക്കിളിന് മിനിമം ചാർജ് 600 രൂപയാണ്. വെയിറ്റിംഗ് ചാർജ് 1 മണിക്കൂർ കഴിഞ്ഞാൽ 150 രൂപ വെച്ച് ചാർജ് ചെയ്യും. അഡീഷണൽ കിലോമീറ്ററിന് 20 രൂപ വെച്ചാണ് ചാർജ് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ ചർച്ചയിൽ ഫിക്സ് ചെയ്തിട്ടുള്ള ഈ 4 കാറ്റഗറിയിൽ DCBA, ഈ 4 കാറ്റഗറിയിലുള്ള വണ്ടികളുടെ ചാർജ് ഇങ്ങനെയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. എല്ലാം 10+ ആണ്. 10 കിലോമീറ്ററിനകത്താണെങ്കിൽ മിനിമം ചാർജ് കൊടുത്താൽ മതി. 10 കിലോമീറ്റർ കഴിഞ്ഞാണ് അഡീഷണൽ ചാർജ് വരുന്നത്. കാരണം ഹോസ്പിറ്റലിൽ 10 കിലോമീറ്ററിനകത്താണെങ്കിൽ അവർ റിട്ടേൺ വരണമല്ലോ. ഈ 10+10 എന്ന് പറയുന്നത് 20 കിലോമീറ്റർ വെച്ചേക്കുന്നത് അവർക്ക് ഒരിക്കലും ഇത് മറ്റു വാഹനങ്ങളെ പോലെ റിട്ടേൺ കിട്ടത്തില്ല. ഇപ്പോൾ ടാക്സി പോയാലും ഓട്ടോറിക്ഷ പോയാലും ഒക്കെ നമുക്ക് റിട്ടേൺ കിട്ടും, അവർ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അത് 10+10 എന്ന് പറയുമ്പോൾ മിനിമം ചാർജ് വരും. 1 കിലോമീറ്റർ 10 കിലോമീറ്റർ അങ്ങോട്ടും 10 കിലോമീറ്റർ ഇങ്ങോട്ടും.
10 കിലോമീറ്ററിനകത്താണെങ്കിൽ ഈ മിനിമം ചാർജ് വരുള്ളൂ. അതിന് പുറത്തേക്ക് പോകുന്ന ഓരോ കിലോമീറ്ററിനുമാണ് ഇതിന് ചാർജ് വരുന്നത്. നോൺ എ സി വലിയ വണ്ടിക്ക് വെയിറ്റിംഗ് ചാർജ് 200 രൂപയാണ്. ട്രാവലർ നോൺ എ സി മണിക്കൂറിന്. ഈ നോൺ എ സി തന്നെ ഓമിനി വെഹിക്കിളിന് വെയിറ്റിംഗ് ചാർജ് 150 രൂപയാണ് ചെറിയ വണ്ടിക്ക്. നോൺ എ സി അല്ല എ സി ഉള്ള ഓമിനി മോഡലുള്ള ചെറിയ മോഡൽ വണ്ടിക്ക് മിനിമം ചാർജ് 800 രൂപയാണ് എ സി ഉള്ള വണ്ടിക്ക്. ഇതാണ് നമ്മൾ ഒരു താരിഫ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതിനകത്ത് ഈ വെന്റിലേറ്റർ ഉള്ള ആംബുലൻസും എ സി ഉള്ള ആംബുലൻസും BPL വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു BPL കാർഡ് ഉണ്ടാവുമല്ലോ, അവരത് കാണിച്ചു കഴിഞ്ഞാൽ വണ്ടിയിൽ 20% ടോട്ടൽ തുകയിൽ 20% കുറവ് ചെയ്ത് കൊടുക്കും. BPL കാർഡുള്ളവർക്ക് കൊടുക്കും. പിന്നെ ക്യാൻസർ രോഗികൾക്കും 12 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്കും ആംബുലൻസ് സൗകര്യം ഉപയോഗിക്കുമ്പോൾ, ഇപ്പോൾ കാസർഗോഡ് നിന്നൊക്കെ ചിലപ്പോഴും RCCയിലേക്കൊക്കെ ആൾക്കാരെ കൊണ്ടുവരാറുണ്ട്. 10-26,000 രൂപ അതിന് ചാർജ് വരാറുണ്ട്. അപ്പോൾ അതിൽ ഓരോ കിലോമീറ്ററിനും 2 രൂപ വെച്ച് കുറവ് ചെയ്യും. ക്യാൻസർ പേഷ്യൻസിനും RCCയിലേക്ക് വരുന്നവരാണെങ്കിൽ അറിയാമല്ലോ, അവർക്കറിയാം. അങ്ങനെ വരുന്നവർക്കും കുഞ്ഞുങ്ങൾ 12 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്കും ചെയ്യും. അതുപോലെ അപകടം നടന്നാൽ തൊട്ടടുത്ത ആശുപത്രിയിൽ സൗജന്യമായി എത്തിക്കും. അവരുടെ സംഘടന മുന്നോട്ട് വെച്ചിരിക്കുന്ന ഓഫറാണ്. അടുത്ത ഒരു ആശുപത്രിയിൽ ഇപ്പം അപകടം നടന്നിരുന്ന നിയറസ്റ്റ് ഹോസ്പിറ്റൽ, അത് ഗവൺമെൻറ് ഹോസ്പിറ്റലും പ്രൈവറ്റ് ഹോസ്പിറ്റൽ, നിയറസ്റ്റ് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ അവർ ദൂരെ പോകുമ്പോൾ പിന്നെ ഉള്ളൂ. നിയറസ്റ്റ് ഹോസ്പിറ്റലിൽ അവർ ഫ്രീ ആയിട്ട് എത്തിക്കും. ആംബുലൻസിൻ്റെ അവർ സംഘടനയുടെ തീരുമാനമാണ്, അവർ ഇങ്ങോട്ട് വെച്ചൊരു ഓഫറാണ്, അതവർ സമ്മതിച്ചിട്ടുണ്ട്. പിന്നെ അപകടം നടന്ന ഈ 3 കാര്യങ്ങളാണ്. അത് കഴിഞ്ഞാൽ ആംബുലൻസിന് ഒരു ഡ്രൈവർമാർക്കൊരു പരിശീലനം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് കീഴിൽ വണ്ടിയുടെ സേഫ്റ്റിയെക്കുറിച്ചുള്ളൊരു പരിശീലനവും അതിനൊരു പ്രത്യേക കാർഡ് അവർക്ക് കൊടുക്കും. അപ്പോൾ ആരൊക്കെയാണ് ആംബുലൻസ് ഓടിക്കുന്നത് കൃത്യമായി അറിയാൻ പറ്റും. ഇന്ന നമ്പറിലുള്ള ആംബുലൻസ് ഇന്ന ആൾ ഓടിക്കുന്നു എന്നറിയാൻ കഴിയുന്ന ഒരു ഐഡൻറ്റിറ്റി. അതിനകത്തുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇത് ദുരുപയോഗം ചെയ്യുന്നുണ്ട് പലരും. ലഹരി മരുന്നുകൾ കൊണ്ടുപോകാനും മദ്യം കൊണ്ടുപോകാനും കുഴൽപ്പണം കൊണ്ടുപോകാനും ഒക്കെ ഇത് ഉപയോഗിക്കുന്നുള്ള ധാരണയുള്ളതുകൊണ്ട് നമ്മൾ അവർക്കൊരു ഐഡൻറ്റിറ്റി കാർഡ് ആ ഡ്രൈവർക്ക് യൂണിഫോം ഏർപ്പെടുത്തുകയാണ്. വണ്ടി ഓടിക്കുന്ന ഡ്രൈവർക്ക് നേവി ബ്ലൂ കളറിലുള്ള ഷർട്ടും ബ്ലാക്ക് പാൻസും ആയിരിക്കും അവരുടെ വേഷം. കാരണം ബ്ലഡൊക്കെ പറ്റിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് അവർക്ക് പലപ്പോഴും വലിയ ആക്സിഡൻ്റ് ഒക്കെ എടുക്കുമ്പോൾ ബ്ലഡൊക്കെ പറ്റാൻ സാധ്യതയുള്ളതുകൊണ്ട് അവർ ഡാർക്ക് കളർ വേണം എന്ന് അവരാവശ്യപ്പെട്ടവരാണ് ഒരു യൂണിഫോം കോഡ് വെച്ചിരിക്കുന്നത്. പിന്നെ അവർക്ക് കേരളത്തിൻ്റെ 3 ഭാഗങ്ങളിലായിട്ട് ഇടപ്പാൾ, എറണാകുളം, തിരുവനന്തപുരം KSRTCയുടെ ട്രെയിനിങ് സെൻറ്റർ അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നതായിരിക്കും. ഒരു 2-3 ദിവസം നീണ്ടു നിൽക്കുന്ന ട്രെയിനിങ്. നേരത്തെയൊക്കെ കൊടുത്തിരുന്നത് ട്രെയിനിങ് ഉണ്ടായിരുന്നു, പക്ഷേ തിയറിയാണ്. എല്ലാം പ്രാക്ടിക്കലോട് കൂടിയ ഒരു ട്രെയിനിങ് ആയിരിക്കും നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ എടപ്പാൾ IDTRൻ്റെ സ്ഥാപനത്തിലായിരിക്കും അതിൻ്റെ ട്രെയിനിങ്ങിൻ്റെ പ്രധാന കേന്ദ്രം. അവർ ട്രെയിൻ ചെയ്ത് അവരുടെ ഫെസിലിറ്റീസ് ഉപയോഗിച്ചതിന് ശേഷം ഈ പ്രാക്ടിക്കലായിട്ടുള്ള നോളജ്, വണ്ടിയെക്കുറിച്ചുള്ള നോളജ്, അത് ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് തിയറിറ്റിക്കലായിട്ട് നേരത്തെ നാറ്റ്പാക്കാണ് കൊടുത്തിരുന്നത്, അതൊന്നും പറ്റില്ല. നമ്മൾ വളരെ പ്രാക്ടിക്കലായിട്ടുള്ളൊരു ട്രെയിനിങ് കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഈ താരിഫ്, അതാത് ആംബുലൻസിൻ്റെ താരിഫ് എന്താണെന്ന് അതാത് വെഹിക്കിളിൽ അകത്ത് പേഷ്യൻ്റെ ബൈസ്റ്റാൻഡർ കാണത്തക്ക രീതിയിൽ എക്സിബിറ്റ് ചെയ്യും, എഴുതി സ്റ്റിക്കർ ഒട്ടിക്കും. അത് ഈ പർട്ടിക്കുലർ വണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആംബുലൻസിൻ്റെ വാടക സർക്കാരുമായി ധാരണയിലെത്തി നിശ്ചയിച്ചിട്ടുള്ള താരിഫ് അവിടെ എഴുതി കാണിക്കും. അപ്പം ഈ ബൈസ്റ്റാൻഡർ കൂടെ വരുന്ന ആളുകൾക്ക് അത് അറിയാൻ പറ്റും. അപ്പോൾ ഒരു ചൂഷണം ഉണ്ടാവാതെ ചെയ്യാൻ കഴിയും എന്നുള്ളതുകൊണ്ടാണ് അത്തരത്തിലൊരു കാര്യം ചെയ്യുന്നത്. അതിന് നമ്മൾ അതിലെന്തെങ്കിലും ഈ പറഞ്ഞ രേഖകളിൽ എന്തെങ്കിലും ഒരു തെറ്റ് കാണിക്കുകയോ ആംബുലൻസിനെ പറ്റി പരാതി ഉണ്ടെങ്കിലോ അത് അയക്കാൻ വേണ്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഓഫീസിലേക്ക് വരത്തക്ക രീതിയിൽ 2 ദിവസത്തിനുള്ളിൽ വാട്സാപ്പ് നമ്പർ, ഇപ്പോൾ ഒരു വാട്സാപ്പ് നമ്പർ ഉണ്ട്, അത് ഞാൻ പറയാം. അത് കൂടാതെ ഒരു വാട്സാപ്പ് നമ്പർ ഇതിന് വേണ്ടി മാത്രമായിട്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ജനറലി കംപ്ലയിൻ്റ് അയക്കാൻ വേണ്ടി TCക്ക് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് ഒരു നമ്പറുണ്ട്. അത് കൂടാതെ ഒരു നമ്പർ, ആ നമ്പർ 9188961100. ഇതാണ് ആ നമ്പർ. ആ നമ്പർ കൂടാതെ ഇതിനു വേണ്ടി മാത്രം ആംബുലൻസിൻ്റെ കംപ്ലയിൻറ്റുകൾക്ക് വേണ്ടി മാത്രമായിട്ട് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഒരു പുതിയ നമ്പർ വരും. പിന്നെ ഇതിൻ്റെ ആംബുലൻസ് പോകുന്ന വഴിക്കുള്ള അത് ഓടിക്കുന്നത് അവരെവിടെ പോയി എവിടെ വന്നു എന്നൊക്കെ ഉള്ള ലോഗ് ബുക്ക് വണ്ടിയിൽ തന്നെ സൂക്ഷിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ആംബുലൻസുകളെ പരിശോധനയ്ക്ക് വിധേയമാക്കും. കാരണം വെച്ചാൽ ആംബുലൻസ് ഇപ്പോൾ ലൈറ്റൊക്കെ ഇട്ട് പോവുകയാണ്, പക്ഷേ അവിടെ ഒരിക്കലും വണ്ടി തടഞ്ഞിടില്ല. പക്ഷേ അവരോട് തടഞ്ഞ് എവിടെയാണ് പോകുന്നതെന്ന് ചോദിക്കും. ജസ്റ്റ് ഒരു സെക്കൻഡ് കൊണ്ട് എവിടെയാണ്, ഏത് ഹോസ്പിറ്റലിലേക്കാണ് പോകണമെന്ന് ചോദിച്ചിട്ട് ആ സ്ഥലത്തെ RTOയും അവിടുത്തെ പോലീസിനെയും അറിയിക്കുക വണ്ടി അവിടെ വന്നോ എന്ന്. റാൻഡം പരിശോധനയാണ്. വണ്ടി അവിടെ സംശയം തോന്നുന്ന വണ്ടികളേ ഉള്ളൂ, എല്ലാ വണ്ടിക്കൊന്നുമില്ല. ഒരു വണ്ടി വല്ലാതെ പോകുന്നവരെ ഒരു സെക്കൻഡ് സ്റ്റോപ്പ് ചെയ്തിട്ട് എവിടെയാണ്, ഏത് ഹോസ്പിറ്റലിലേക്കാണ് രോഗിയെ കൊണ്ടുവന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ വിട്ടുപോകാം. പക്ഷേ അവരവിടെ എത്തുമ്പോൾ അവരെ രേഖകൾ പരിശോധിക്കാൻ അവിടെ മോട്ടോർ വെഹിക്കിളിലെ ഉദ്യോഗസ്ഥരോ പോലീസോ ഉണ്ടാകും എന്നാണ്
അവരുമായിട്ടുള്ളൊരു ധാരണ. അത് മിസ്യൂസ് ചെയ്യുന്നതിനെപ്പറ്റി അവരുടെ സംഘടനയ്ക്കോ അവരുടെ തൊഴിലാളികളുടെ സംഘടനയ്ക്കോ ഉടമസ്ഥരുടെ സംഘടനയ്ക്കോ ഒന്നും കൂടുതലും ആളുകളും ഓടിക്കുന്നവർ തന്നെയാണ് അതിൻ്റെ ഉടമസ്ഥരും. അപ്പോൾ അവർക്ക് അതിലൊരു അഭിപ്രായ വ്യത്യാസം ഇല്ല. അവർ തന്നെ പറഞ്ഞു മിസ്യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ള നിലപാടാണ് അവരുടെ സംഘടനയ്ക്കുണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ചർച്ചയാണ്. അവരുടെ നന്ദി പറയണം. അവരിവിടെ വന്നിട്ടുണ്ട്. അവരെ വളരെ വളരെ പല സംഘടനകളായിട്ട് നമ്മൾ ചർച്ച ചെയ്യുമെങ്കിലും വളരെ പോസിറ്റീവായിട്ട് അവർ ഈ പേഷ്യൻസിനോട് വളരെ കരുണയോടെ, കാരണം ക്യാൻസർ രോഗികളെയൊക്കെ ആരോഗ്യവകുപ്പിനെ മുന്നോട്ട് വെച്ച ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു ചർച്ചയിൽ. അപ്പോൾ അവർ മുന്നോട്ട് വെച്ച ഒരാശയമാണ് കാസർഗോഡ് നിന്നൊക്കെ ഒരു പേഷ്യൻറ്റിനെ തിരുവനന്തപുരത്തുള്ള RCC നിന്ന് പോകുന്ന ആംബുലൻസുകൾ 18,000 രൂപ വാങ്ങിക്കുമ്പോൾ അവിടെ നിന്ന് വരുന്നവർ 26,000 രൂപയ്ക്കാണ് വാങ്ങിക്കുന്നത്. ആ പേഷ്യൻസിന് 2 രൂപയുടെ കുറവ് കിട്ടും ഒരു കിലോമീറ്ററിൽ. 12 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്കും. അപകടം നടന്നാൽ ആ അപകട സ്ഥലത്ത് നിന്ന് നിയറസ്റ്റ് ഹോസ്പിറ്റലിലേക്ക്, അത് പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് ഗവൺമെൻറ്, അത് അവർ ഫ്രീ ആയിട്ട് കൊണ്ടുപോകുന്നതാണ് പറയുന്നത്. പിന്നെ ദൂരേക്ക് കൊണ്ടുപോകണമെങ്കിൽ പിന്നെ ചാർജുകൾ ആപ്ലിക്കബിൾ ആവും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം ആംബുലൻസുകൾക്ക് താരിഫ് നിശ്ചയിക്കുന്നതും പ്രഖ്യാപിക്കുന്നതും. അല്ല, എല്ലാ ആംബുലൻസുകൾക്കും ഈ ക്യാൻസർ രോഗികൾ 2 രൂപ വെച്ച് കുറച്ച് കൊടുക്കും കിലോമീറ്റർ. എല്ലാ ആംബുലൻസിനും. കുട്ടികൾക്ക് 12 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്കും ക്യാൻസർ പേഷ്യൻസിനും എല്ലാം, അല്ലേ, അങ്ങനെയാണ് നമ്മൾ തീരുമാനിച്ചത്. എല്ലാ ആംബുലൻസിലും കിലോമീറ്റർ 2 രൂപ വെച്ച് കുറച്ച് കൊടുക്കും. അത് BPLകാർക്ക് വരുന്ന ആനുകൂല്യം വെന്റിലേറ്ററുള്ള വണ്ടി, കാരണം അവർക്ക് ഒരിക്കലും അഫോർഡബിൾ അല്ലാത്തത് കൊണ്ട് പാവപ്പെട്ടവർക്ക് കിട്ടാൻ വേണ്ടി വെന്റിലേറ്ററുള്ള വണ്ടിയും AC ഉള്ള വണ്ടി, ഓക്സിജൻ, ഇതിൽ രണ്ടിലും ഓക്സിജൻ കാണും. വെന്റിലേറ്ററിൽ വെന്റിലേറ്റർ സൗകര്യം കാണും, ടെക്നീഷ്യൻ കാണും, ചിലപ്പോൾ ഡോക്ടറോ ഒരു നേഴ്സും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് അവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്, ഈ ആംബുലൻസിൻ്റെ ഉടമ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതിൽ BPL കാർഡുള്ള പാവപ്പെട്ടവർക്ക് 2 രൂപ വെച്ചൊരു കിലോമീറ്ററിൽ കുറവ് കിട്ടും. അല്ല, 20% കുറവ്, ടോട്ടൽ ബില്ലിൽ നിന്ന് 20% കുറവ് കിട്ടും. അതുപോലെ അവർക്ക് BPL കാർഡുകാർക്ക് അതാണ് അവർക്ക് വെച്ചേക്കുന്നത്. പിന്നെ ക്യാൻസർ രോഗികളിൽ കുഞ്ഞുങ്ങൾക്കുള്ളതാണ് വേറൊരു ആനുകൂല്യം എന്ന് പറയുന്നത്. അത് അവർ തന്നെ സമ്മതിച്ച ഒരു കാര്യമാണ്. നമ്മളത് മുന്നോട്ട് വെച്ച് അവരെ വളരെ സന്തോഷത്തോടെ സമ്മതിച്ചവർ നന്ദിയുണ്ട്. നമുക്കായാലും ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. വണ്ടിക്കകത്ത് അതാത് വണ്ടിയുടെ താരിഫ്, അപ്പോൾ വെന്റിലേറ്ററാണ് പോകുന്നത്, ആ വണ്ടിയുടെ താരിഫ് അകത്ത് എക്സിബിറ്റ് ചെയ്യും. അതിൻ്റെ താഴെ ഈ കംപ്ലയിൻ്റ് ആയിക്കുള്ള നമ്പരും കൊടുക്കുന്നു. ട്രാൻസ്പോർട്ട് കമ്മീഷണർ നമ്പറാണ് കൊടുക്കുന്നത്. 4 മാസമായിട്ടും ടെസ്റ്റ് നടത്തിയ വണ്ടിക്ക് അതുപോലെ ലൈസൻസ് ബന്ധിക്കുകയാണ്. എന്തുകൊണ്ടാണ് അത് ഏറ്റെടുത്തിരിക്കുന്ന കമ്പനിയുടെ തകരാറാണ്. അവർക്ക് ഞാൻ മിനിസ്റ്ററായി വരുമ്പോൾ 9 കോടി രൂപ കൊടുക്കാനുണ്ടായിരുന്നു. അത് പ്രത്യേകമായി പരിഗണിച്ചുകൊണ്ട് മന്ത്രിസഭാ തീരുമാനം എടുത്ത് തന്നെ ആ പേയ്മെൻറ്റ് കൊടുത്തപ്പോൾ അവരോട് മുന്നോട്ട് വെച്ചൊരു ഡിമാൻഡ് എന്ന് പറയുന്നത് ഇത് അപ് ടു ഡേറ്റ് ആക്കണം. എറണാകുളത്താണ് ഇത് പ്രിൻ്റ് ചെയ്യുന്നത്, അത് അപ് ടു ഡേറ്റ് ആക്കണം എന്ന നിർദ്ദേശം അവർ കൊടുത്ത് ആക്കാമെന്ന് സമ്മതിച്ചിട്ടാണ് പണം കൊടുത്തത്. അത് കഴിഞ്ഞ് അവർ ജൂലൈ മാസം എൻഡിൽ ലാസ്റ്റ് ഡേയിൽ ഇത് അപ് ടു ഡേറ്റ് ആക്കാം എന്ന് എനിക്ക് ഓഫീസിൽ വന്ന് ഒരു ഉറപ്പ് തന്നു. ഈ 2 ഉറപ്പും നടക്കാത്തത് കൊണ്ട് അവർ ഒഴിഞ്ഞു പോകാനുള്ള നോട്ടീസ് കാരണം കാണിച്ച് നോട്ടീസ് വെച്ച് അവരെ ഒഴിപ്പിക്കാൻ തീരുമാനിച്ചു. ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിന് നേരിട്ട് പ്രിൻറ്റിങ് ഏറ്റെടുക്കാനുള്ള നടപടിയാണ്. അപ്പോൾ അവർ ഒഴിഞ്ഞു പോകാനുള്ള നോട്ടീസ് ആദ്യത്തെ നോട്ടീസ് കൊടുത്തു കഴിഞ്ഞു. അവരിപ്പോഴും അത് അപ് ടു ഡേറ്റ് ആക്കാൻ ശ്രമിക്കുന്നില്ല, അവർക്ക് അതിന് കഴിയുന്നില്ല, അവരത് ശ്രമിക്കുന്നുമില്ല. അവർ പറയുന്ന വാക്കിനൊന്നും ഒരു വിലയില്ലാത്തതുകൊണ്ട് നമ്മൾ അവരെ മാറ്റാനായിട്ടുള്ള ആദ്യത്തെ നോട്ടീസ് കൊടുത്തു, അല്ലേ, ആദ്യത്തെ നോട്ടീസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. നമുക്കത് മാറ്റി നമ്മൾ തന്നെ ഇപ്പോൾ ഞങ്ങളുടെ കയ്യിൽ തന്നെ പ്രിൻ്ററൊക്കെ ഉണ്ട്. അപ്പോൾ അതിനാവശ്യമായ ഒരു കാർഡ് അടിക്കാനുള്ളൊരു PVC മെറ്റീരിയലുണ്ട്. ആ മെറ്റീരിയലിന് വേണ്ടി ഒരു ടെൻഡർ വിളിക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്തെടുക്കാം. നമ്മൾ ലൈസൻസ് ഇപ്പോൾ ഡിജിറ്റലായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം, അത് കയ്യിൽ കൊണ്ടുനടന്നാൽ മതി, ലൈസൻസ് ഇല്ല. പക്ഷേ എന്നാലും കാർഡ് കിട്ടുക എന്നുള്ളത് നമുക്കൊരു എല്ലാവരുടെയും ഒരു ആവശ്യമാണ്. രജിസ്ട്രേഷൻ്റെ കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടാണ് പല ആളുകൾക്കും. രജിസ്ട്രേഷൻ്റെ വണ്ടിയില്ല, ആ രജിസ്ട്രേഷൻ കാർഡ് ഇല്ലാത്തതുകൊണ്ട് അന്യ സംസ്ഥാനങ്ങളിൽ പോകാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. അവർക്കത് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. അപ്പോൾ അത് ധനകാര്യ വകുപ്പും ഇക്കാര്യത്തിൽ നമ്മൾ നേരിട്ട് പ്രിൻ്റ് ചെയ്യണമെന്നുള്ളൊരു അഭിപ്രായക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് ധനകാര്യ മന്ത്രിയും അക്കാര്യത്തിൽ നേരിട്ട് പ്രിൻ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ വേണം എന്നാണ് നിലപാടെടുത്തത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അവരെ ഒഴിഞ്ഞു പോകാൻ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അവരെ ഒഴിഞ്ഞു പോകുന്ന മുറയ്ക്ക് നമ്മൾ സ്വന്തം നിലയിൽ ഇത് പ്രിൻ്റ് ചെയ്യും. നമുക്ക് പ്രിൻ്റ് ചെയ്യാനുള്ള 5-6 മെഷീൻ ഉണ്ട് നമ്മുടെ കയ്യിൽ. പക്ഷേ കൂടുതൽ മെഷീൻ വേണം. വലിയ വിലയൊന്നുള്ള മെഷീനല്ല, ഇതിപ്പോൾ വലിയൊരു ആനക്കാര്യമൊന്നും അല്ല. പക്ഷേ എങ്ങനെ ചെയ്യുന്നത് എനിക്കറിയില്ല. പക്ഷേ വലിയ ആനക്കാര്യമൊന്നും അല്ല. ഇത് നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റിന് 3 മേഖലകളായിട്ട് ചെയ്യാൻ കഴിയും. നമ്മൾ ഉദ്ദേശിക്കുന്ന അത്തരത്തിൽ ചെയ്യുന്ന സമയത്ത് KSRTCയുടെ കൊറിയർ സർവീസ് ഉപയോഗിച്ചുകൊണ്ട് അതാത് RTO ഓഫീസുകളും സബ് RTO ഓഫീസുകളും സാധനം എത്തിച്ചു കൊടുക്കും, അവിടുന്ന് വിതരണം ചെയ്യും. കാരണം വേറെ ഒരു കാര്യമുണ്ട്, ഇതിനകത്ത് നമ്മൾ പോസ്റ്റൽ ചാർജും എടുക്കുന്നുണ്ട്, അതും കൊടുക്കുന്നില്ല. 5 കോടി 6 കോടി രൂപ അടുത്ത കാലത്ത് തന്നെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുത്തു. സമയത്തിന് ഇത് കിട്ടുന്നുമില്ല, ഇതെല്ലാം ആളുകളിൽ നിന്ന് പിടിക്കുന്നുമുണ്ട്. അത് വലിയൊരു ബുദ്ധിമുട്ടാണ്. അത് മനസ്സിലാക്കുന്നു. അത് അവരോട് എത്ര പറഞ്ഞിട്ടും അവർ അതിനെ സീരിയസ് ആയിട്ട് എടുക്കുന്നത്. അവർ സാധനം മെറ്റീരിയൽ കിട്ടാനില്ല എന്നൊക്കെ പറഞ്ഞ് അവർ നിൽക്കുകയാണ്. അവരെ കുടിശ്ശിക കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞ് അവരൊരു ഫയൽ അയച്ചു. അതിനകത്ത് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇത് തീർത്ത് തന്നാൽ മാത്രമേ ഇനി, അവർ ആദ്യം തീർത്ത് തരാമെന്ന് പറഞ്ഞില്ലേ കുടിശ്ശിക കൊടുത്തത്, 9 കോടി രൂപയാണ് കൊടുത്തത്. അതവർ തീർത്ത് തരാമെന്ന് പറഞ്ഞപ്പോഴാണ്, അതവർ ചെയ്തില്ല. പിന്നെ ജൂലൈ മാസത്തിൽ അവർ തീർക്കാമെന്ന് ഉറപ്പ് തന്നു.
ഇപ്പോൾ വീണ്ടും അടുത്ത ഒരു 8-9 കോടി രൂപയ്ക്ക് വേണ്ടി അവർ കടലാസ് മൂവ് ചെയ്തിരിക്കുകയാണ്. അത് തരാതെ കൊടുക്കില്ല. ഇനി നമ്മൾ ഗവൺമെൻറ്റിനെയും ജനങ്ങളെയും കബളിപ്പിക്കാൻ പറ്റത്തില്ല. അത് തന്നേ പറ്റും. അത് തരാതെ ഇനി പൈസ കൊടുക്കില്ല.